മൂത്താന്തറയിൽ നിന്ന് മൂത്താന്തറ BJP-യുടെ ജനസംഘകാലം മുതലേയുള്ള RSS-ന്റെയും BJP-യുടെയും ശക്തി കേന്ദ്രമാണ്. സ്വാഭാവികമായി അവർ മേൽക്കൈ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടെ നല്ല പോളിംഗ് ഉണ്ടോ? പോളിംഗ് ശതമാനത്തിലെ വേരിയേഷൻസ് എങ്ങനെയാണ് വ്യത്യസ്ത ഇടങ്ങളിൽ? ആവറേജ് ഒരു പോളിംഗ് ശതമാനം 40-ന് മുകളിലേക്ക് 47% എത്തി നിൽക്കുമ്പോൾ ഞാനിപ്പോൾ പിരാരിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ പിരാരിയിൽ നിന്ന് മൂത്താന്തറയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. പിരാരിയിൽ 42% പോളിംഗ് ശതമാനമെങ്കിൽ അത് ഇവിടെ 60% കടന്നിരിക്കുന്നു മൂത്താന്തറയിൽ എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 60% ഇവിടെ 3 ബൂത്തുകളാണ്. 56, 57, 58 ബൂത്തുകളിലായിട്ടാണ് ഇവിടെ പോളിംഗ് നടക്കുന്നത്. ഈ 3 ബൂത്തുകളിലും 60% കടന്നിരിക്കുന്നു കണക്ക് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കൃത്യമായി തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, അതിന് വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ വീൽ ചെയർ, ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ ആംബുലൻസ്, ഇതുപോലെയുള്ള സർവ്വ സജ്ജീകരണങ്ങളോടും കൂടി ഇവിടെ NDAയുടെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകരെല്ലാം വളരെ സജീവമാണ്. പിരാരിയിൽ ഞാൻ ചെന്നപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നില്ലേ എന്ന ഒരു ആശങ്ക അവിടെയുള്ളവർ വെക്കുകയും പിന്നീട് അതിന് വേണ്ടി അവിടെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് പിരാരിയുടെ, അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ പിരാരിയിൽ വെച്ചാണ് LDFന്റെ സ്ഥാനാർത്ഥി P. സരനെ ഞാൻ കണ്ടത്. P. സരൻ എല്ലാ ബൂത്തുകളിലും ഓടിയെത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പിരാരി കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്, പക്ഷെ അത് കഴിഞ്ഞ കാലങ്ങളിലെ കണക്കാണ്. ഇത്തവണ അത് മാറും. 21 ബൂത്തുകളിൽ ഞാൻ ലീഡ് ചെയ്യും എന്നാണ്, അല്ലെങ്കിൽ LDF ലീഡ് എടുക്കും എന്നുള്ളതാണ് സരിന്റെ അവിടുത്തെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ 3 മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ അവനവന് കിട്ടാൻ കഴിയുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എതിരാളികൾ കൂടി നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. പാലക്കാട് ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ സമവാക്യവും നിലനിൽക്കുന്നതല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എഴുതാൻ പറയുന്നത് അവർ ഉച്ചയ്ക്ക് ശേഷം അവരുടെ വോട്ടുകൾ മുഴുവനായി പോൾ ചെയ്യിക്കാനുള്ള ശ്രമങ്ങളിലാണ്. രാവിലത്തെ പോളിംഗ് ശതമാനത്തിൽ ചെറിയ ഒരു ആശങ്കയുണ്ട് എന്ന് തോന്നുന്നു. അതായത് പോൾ ചെയ്യാത്ത വോട്ടുകൾ ഇനിയിപ്പോ പോൾ ചെയ്യിക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് അവിടെ ഊർജ്ജസ്വലമായി ഇപ്പോൾ പ്രചരണത്തിലൊക്കെയുള്ള വീറും വാശിയും എന്നുള്ളതിനപ്പുറത്ത് വോട്ട് ചെയ്യിക്കുക എന്നുള്ളത് കൂടി വിജയത്തിൽ, പ്രത്യേകിച്ച് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ നിർണായകമാണല്ലോ. എനിക്കിവിടെ മൂത്താന്തറയിൽ അത് രാവിലെ മുതൽ തന്നെ ദൃശ്യമാണ്. അതായത് എന്തെങ്കിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ട് പിന്നീട് ശ്രമിക്കാമെന്നൊരു ശീലം തന്നെ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. രാവിലെ മുതൽ വീൽ ചെയറുകളിൽ പ്രായമായവരെയൊക്കെ കൊണ്ടുവന്ന് അവരെയൊക്കെ വോട്ട് രേഖപ്പെടുത്തി മടക്കി കൊണ്ടുവിടുന്ന കാഴ്ച എനിക്ക് ഇവിടെ മൂത്താന്തറയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് വീൽ ചെയറിലൂടെ നിരന്തരം ആളുകൾ വരുന്നുണ്ട്. പ്രായമായവർ, പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായി കിടക്കുന്ന സ്ത്രീകളെ, അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അവരെ പരമാവധി എത്തിക്കുക തുടങ്ങിയ ഓരോ വീട്ടിലും ആരൊക്കെയുണ്ട് എന്നത് കൃത്യമാക്കി മനസ്സിലാക്കി അവരെ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവരാനുള്ള നിർബന്ധ ബുദ്ധിയോടെ ഇടപെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പിരായിരിയിലും കൃത്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന പിരായിരിയിൽ പിഴച്ചാൽ കോൺഗ്രസിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെയും നടക്കുന്നുണ്ട്. അവിടെ 42% നിലവിൽ വോട്ടിംഗ് % എന്ന് പറയുന്നത്. ഇവിടെ അത് 60% കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ വന്ന ഉടൻ തന്നെ ഞാൻ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ 3 ബൂത്തുകളിൽ 60% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ള വോട്ടുകൾ തീർച്ചയായും 6 മണിക്ക് മുൻപായി ഇവിടെ എത്തുന്ന ആളുകൾക്ക് അത് രേഖപ്പെടുത്താനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആലസ്യമില്ലാതെ ഈ മേഖല വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്. മറ്റുള്ള ഇടങ്ങളിൽ പ്രതീക്ഷ അവിടെ BJP-യുടെ RSS-ന്റെയും വലിയ ശക്തി കേന്ദ്രമാണ്. സ്വാഭാവികമായും അത്രയും പൊളിറ്റിക്കലായ മേൽക്കൈയുള്ള സ്ഥലത്ത് അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ സമാഹരിക്കും എന്നുള്ളത് തീർച്ചയായും. മാത്രമല്ല അഭിലാഷ് പറഞ്ഞതുപോലെ, കാരണം ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ഈ ബൂത്ത് ഏജന്റുമാരുടെ റിപ്പോർട്ടുകൾ, കാരണം അവർക്ക് അറിയാമല്ലോ അവരുടെ വീടുകൾ, അവരുടെ വോട്ടർമാർ. അപ്പോൾ അവിടെയൊക്കെ തന്നെ വോട്ട് ചെയ്യിക്കാൻ അല്ലെ ചെയ്യാത്ത ആളുകളെയൊക്കെ തന്നെ അത് സ്ക്വാഡിനെ അയച്ച് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു ടാസ്കിലേക്ക് എന്തായാലും അവർ കടന്നിരിക്കണം. കാരണം ഇത്രയും ഒരു ഉച്ച വരെ ഒരു മന്ദഗതിയിലേക്ക് പോകുമ്പോൾ മുന്നണിയെ സംബന്ധിച്ചോളം അവർ ഗൗരവത്തോടു കൂടി ആ സാഹചര്യത്തെ നോക്കി കാണുന്നു എന്ന് തോന്നുന്നു അല്ലേ? പുതിയ കണക്കുകളൊക്കെ വരും. 4 മണിക്ക് ശേഷം പോളിംഗ് ഉയരും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.